ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു നാടൻ വിഭവമായിട്ടാണ്. ഭക്ഷണയില കൊണ്ടുള്ള അപ്പമാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ്. അതോടൊപ്പം 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങ ഫുള്ളാണ്, അതൊരു കപ്പാണ്. തേങ്ങ ഫുള്ള് ചിരകി എടുത്തിട്ടാണ്. ഇതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 4 ചെറിയ പഴം നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തതാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഉടച്ചിട്ട് പഴം എടുക്കുക. ഇത് നമ്മുടെ ഞാലിപ്പൂവൻ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിന് നല്ല മണം കിട്ടും ഇത് ചേർക്കുമ്പം. അപ്പോൾ അതുകൊണ്ട് അതാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലതായിട്ട് ഉടച്ചിട്ട് എടുക്കണം. നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് നല്ലതായിട്ട് ഉടച്ചിട്ടെടുക്കുക. അത് ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ നെയ്യൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് കൈകൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളത്തിന് പകരമായിട്ട് നമ്മളിവിടെ ശർക്കരയെല്ലാം ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്താണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം ശർക്കര ഒഴിച്ചു കൊടുക്കാൻ. ഈ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന കുറച്ചായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ നമ്മൾ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെയൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന മാതിരി തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളമാകാൻ പാടില്ല, എന്നാൽ ചെറുതായിട്ട് ലൂസും വേണം. അപ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഒഴിച്ച് കുഴച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്നെസ്സിലോട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ. ഇത്രയും ഒരു ലൂസും ആയിരിക്കണം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഭക്ഷണയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം കഴുകി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഭക്ഷണയില കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക മണമൊക്കെയാണ് ഇതിന് കിട്ടുന്നത്. ഇതിപ്പോൾ നമുക്ക് 2 രീതിയിലുണ്ടാക്കാം. ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ഇതിനകത്ത് ഈ ഫില്ലിങ് നിറച്ച് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് മാവ് കുറച്ചെടുത്ത് വെച്ച് അതിനുശേഷം ഇലയെ ഇങ്ങോട്ട് മടക്കിയിട്ട് അതുപോലെ അപ്പുറത്തെ സൈഡിലും കുറച്ച് മാവെടുത്ത് അങ്ങനെ വെക്കും. അതുപോലെ തന്നെ വെക്കും. കുറച്ച് മാവെടുത്തേ വെക്കാവുള്ളൂ ഇതിന്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഇങ്ങനെ മടക്കി ഇങ്ങെടുത്താൽ മതി. ഇതാണ് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. മറ്റേത് നമ്മളിങ്ങനെ എന്തെങ്കിലും കൊണ്ട് അവിടെ കുത്തി വെക്കുകയും ചെയ്യണം. അപ്പോൾ അതിനേക്കാളും നമുക്ക് ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഏലക്കകത്തിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ആവിയിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇത് ഞാൻ ഇഡ്ഡലിക്കുട്ടകത്തിൽ വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇതിനകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇഡ്ഡലിത്തട്ട് വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇതെല്ലാം ഇതിനകത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു 20-25 മിനിറ്റോളം ആകും ഇത് നന്നായിട്ട് വെന്തെടുക്കാൻ വേണ്ടി. ആദ്യം ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളയ്ക്കുന്നിടം വരെ വെച്ചേക്കുക. അതിനുശേഷം ഇത് അടച്ചു വെച്ചിട്ട് കുറച്ചൊന്ന് സിമ്മിലാക്കി കൊടുക്കുക, അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വേകാൻ വേണ്ടി. അപ്പോൾ ഇതൊരു 25 മിനിറ്റോളം നമ്മൾ ഗ്യാസിൽ വെച്ചിരിക്കണം, എന്നാൽ മാത്രമേ ഇത് വെന്ത് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എല്ലാം വെന്തിട്ടുണ്ട് നല്ലതായിട്ട്. ഇത് വെന്തെന്ന് ഇതിൻ്റെ ഈ ഇലയുടെയൊക്കെ കളറ് മാറുമ്പോൾ തന്നെ നമുക്കിത് വെന്തേക്കുന്നത് മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ വേവാൻ വേണ്ടി ഒരു 25 മിനിറ്റോളം വെച്ചിരുന്നാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. എല്ലാവരും ചെയ്ത് നോക്കുക.